നമസ്കാരം. രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ചാണ്. ഓപ്പറേഷൻ തൂഫാന് ശേഷം സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കേരള പോലീസിനെ കൊണ്ട് ഓപ്പറേഷൻ ഗ്രിപ്പ് ആരംഭിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 300 ഗുണ്ടകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ഗുണ്ടകളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്പോൺസർമാരെക്കുറിച്ചും ഇന്റലിജൻസിന് വിവരങ്ങൾ ലഭിച്ചതായാണ് റിപ്പോർട്ട്. ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷവും ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ നടപടികളുടെ മറവിൽ കൊച്ചിയിൽ നടന്ന ഗുണ്ടകളുടെ സംഗമത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. നല്ല കാര്യമാണ്, നടക്കട്ടെ. അപ്പോൾ നമുക്ക് ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസ് പിടിയിൽ. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത് കണ്ണൂരിൽ നിന്ന്. ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചരിത്രത്തിൽ ആദ്യമായി സിയാലിന്റെ ലാഭം 500 കോടി കടന്നു. ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചിരുന്നത് നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നിലപാടിനെതിരെ CPIM. അഞ്ചപ്പാലത്ത് CPIM പ്രതിഷേധ സമരം. വാർത്തകൾ വിശദമായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസ് പിടിയിൽ. സംസ്ഥാന വ്യാപകമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ണൂരിൽ നിന്ന് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസ് പിടിയിൽ. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കണ്ണൂരിൽ നിന്ന് അർജുൻ ആയങ്കി കടന്നുകളഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇയാൾക്കായി വ്യാപക തിരച്ചിൽ നടത്തിവരികയായിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കിയെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. അതിനിടെ അർജുൻ ഒളിവിൽ പോകാൻ ഉപയോഗിച്ചിരുന്ന കാർ കണ്ണൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. DIGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. മീഡിയ ടൈം, തൃശൂർ. പോലീസ് സ്റ്റേഷനുകൾ വൃത്തിയാക്കി ക്രൈസ്റ്റ് കോളേജ് തവനിഷ് ക്ലബ് അംഗങ്ങൾ. സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി മാള ഉൾപ്പെടെ 4 പോലീസ് സ്റ്റേഷനുകളും പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ തവനിഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാള പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന തവനിഷ് ക്ലബിന് ഏകദേശം 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക, കിടപ്പുരോഗികളെ പരിചരിക്കുക, ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക തുടങ്ങിയ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട, മാള, മതിലകം, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലെത്തി സ്റ്റേഷനുകളും പരിസരവും ശുചീകരിച്ചത്. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും വളർത്തുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനും ക്ലബ്ബ് ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ക്രൈസ്റ്റ് കോളേജിൻ്റെ തവനീഷ് ക്ലബിൻ്റെ ആൾക്കാരാണ്. ഇവരിപ്പോൾ ഒരു 10-40ഓളം പേര് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ റൂറൽ പോലീസ് ജില്ലയിലെ 3 സബ് ഡിവിഷനിലായിട്ടാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷനിൽ ഇപ്പോൾ മാള പോലീസ് സ്റ്റേഷനാണ് ഇവർ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേഷൻ പ്രമിസസൊക്കെ ഇവർ നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയാക്കി തീർക്കുന്നതാണ് ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇവർക്ക് ഒരു പ്രചോദനമാണ് ഇങ്ങനെ വന്നാൽ. കാരണം ഇവിടെയുള്ള സംഭവങ്ങൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ, ഈ ബൈക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ ഇവരെപ്പോലുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ബൈക്കാണ് ഇപ്പോൾ സ്റ്റേഷനിൽ വരാൻ കാരണം. അതിനകത്ത് പലപ്പോഴും സഞ്ചരിച്ച ആൾക്കാർ, ബൈക്കിൽ സഞ്ചരിച്ച ആൾക്കാരൊന്നും ഇപ്പോൾ പലരും ജീവിച്ചിരിപ്പില്ല. പലരും ആക്സിഡൻ്റായിട്ട് പറ്റിയിട്ട് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ ഇവർ ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഓവർ സ്പീഡിലും അതുപോലെ തന്നെ മറ്റ് ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. മീഡിയ ടൈം, മാള. RSSന്റെ കൊലവിളി പ്രസംഗത്തിനും കൊള്ളയ്ക്കുമെതിരെ CPIM ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം കത്തിപ്പടർന്നതിന്റെ ഒരു സവിശേഷത നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര പെട്ടെന്നാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട പട്ടണ കേന്ദ്രങ്ങളിലെല്ലാം ഈ സമരം
കത്തിക്കാളി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും തെരുവുകളിലും ഈ സമരത്തിൻ്റെ പ്രകമ്പനമുണ്ട്. അത് സാധാരണ നിലയിലുള്ള സമരത്തിൽ ഉണ്ടാകുന്ന രീതിയല്ല. ഇപ്പൊ ഈ CJP എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ രാഷ്ട്രീയ ഭാവി എന്ത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവരുടെ ഒരു നിലപാടുകൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. AM ഗോപി അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, CG സിനി, KA അജിതൻ, KB ഷബീർ എന്നിവർ സംസാരിച്ചു. ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചരിത്രത്തിലാദ്യമായി സിയാലിന്റെ ലാഭം 500 കോടി കടന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 502 കോടി രൂപയാണ് അറ്റാദായം. നിക്ഷേപകർക്ക് 55% ലാഭവിഹിതം നൽകാനും ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തു. ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ. ചരിത്രത്തിലാദ്യമായാണ് സിയാലിന്റെ അറ്റാദായം 500 കോടി രൂപ കടക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ സിയാൽ 1220 കോടി രൂപയുടെ മൊത്ത വരുമാനം നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.6% വർധന. അറ്റാദായം 499 കോടിയിൽ നിന്ന് 502 കോടി രൂപയായും ഉയർന്നു. നിക്ഷേപകർക്ക് 55% ലാഭവിഹിതം നൽകാനാണ് ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന നിക്ഷേപകരുടെ വാർഷിക പൊതുയോഗത്തിന്റെ അംഗീകാരത്തിന് വിധേയമായാണ് ലാഭവിഹിതം. മുഖ്യമന്ത്രി VD സതീശൻ ചെയർമാനായുള്ള ആദ്യ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് സിയാലിന്റെ ഭാവി പദ്ധതികൾക്ക് രൂപം നൽകിയത്. രാജ്യത്തെ വ്യോമയാന മേഖലയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപയിലധികം അടിസ്ഥാന സൗകര്യ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവള കൺസൾട്ടൻസി മേഖലയിലേക്കും സിയാൽ കടക്കുകയാണ്. വിമാനത്താവളങ്ങളുടെ മാസ്റ്റർ പ്ലാൻ, റൺവേ വികസനം, കാർഗോ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസുകൾ, ഡ്യൂട്ടി ഫ്രീ, കൊമേഴ്സ്യൽ വികസനം, റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ മറ്റ് വിമാനത്താവളങ്ങൾക്ക് കൺസൾട്ടൻസി നൽകുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി യാത്ര ചെയ്തത്. ഇതേ കാലയളവിൽ 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷവും 1 കോടിയിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്ത വിമാനത്താവളം എന്ന നേട്ടവും സിയാൽ നിലനിർത്തി. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, റോജി M ജോൺ എന്നിവർക്ക് പുറമെ ബോർഡ് അംഗങ്ങളും ഡയറക്ടർമാരും പങ്കെടുത്തു. മീഡിയ ടൈം, കൊച്ചി. ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചിരുന്നത് നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നിലപാടിനെതിരെ CPIM അഞ്ചപ്പാലം പെൻഷൻ ഗുണഭോക്താക്കളുടെയും വിതരണക്കാരുടെയും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPIM ലോക്കൽ സെന്റർ അംഗം MK സഹീർ അധ്യക്ഷത വഹിച്ചു. CPIM മേത്തല ലോക്കൽ സെന്റർ അംഗം അഡ്വക്കേറ്റ് CP രമേശൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനി ക്ഷേമ പെൻഷൻ മേടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബാങ്കുകളുടെ 18ാം പടി കയറണ്ട, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ എത്തിച്ചേരുമെന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. 2016 ഒന്നാം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ആ വാഗ്ദാനം അക്ഷന്തം നടപ്പിലാക്കി. പ്രത്യേക ഏജന്റുമാരെ വെച്ചുകൊണ്ട് സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്തെ വികലാംഗർക്കും വിധവകൾക്കും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കെല്ലാം എത്തിച്ചു കൊടുത്തു. അംഗപരിമിതർക്കടക്കം ഓട്ടിസം ബാധിച്ചവർക്കടക്കം ബാങ്കിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. 2016 മുമ്പത്തെ അവസ്ഥ സഹീർക്കോട് സൂചിപ്പിച്ചു. നമുക്കറിയാം, ആകെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മേഖല ഒരു കുത്തഴിഞ്ഞെടുക്കുകയാണ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗം രാധിക അനിൽകുമാർ, പ്രതാപൻ, സഗീഷ്, വേണു എന്നിവർ സംസാരിച്ചു. വടമ തെക്കുമുറി NSS കരയോഗത്തിന്റെയും പറവൂർ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം AG മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് രമേശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TR സുഖിൽ, ഉണ്ണികൃഷ്ണൻ, രമേശ് കരിന്തലക്കൂട്ടം, തുളസി J മേനോൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ സൗജന്യ BP പരിശോധന, തിമിര നിർണയം, ഡോക്ടറുടെ സൗജന്യ കൺസൾട്ടേഷൻ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു. ഈ കരയോഗത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. അതിന് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളെല്ലാവരും തന്നെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കണ്ണിന്റെ ഒരു പരിപാലനത്തിന് വേണ്ടിയുള്ള ക്യാമ്പാണ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത്. ജഗദീശന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയും നമുക്ക് അതിന് അനുയോജ്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ക്യാമ്പുകളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. 30 വയസ്സിന് ശേഷം നമ്മുടെ കണ്ണ് ആയാലും കരളായാലും എന്ത് അവയവമായാലും
ഒന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം കൊണ്ടും ഫോൺ ഉപയോഗം മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ശരീരം പല രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. അപ്പോൾ 30 വയസ്സിന് ശേഷം എവിടെയൊക്കെ എന്തൊക്കെ ക്യാമ്പുകളുണ്ടോ നമ്മുടെ തൊട്ടയൽവക്കത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും ആ അസുഖം നമുക്കുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ക്യാമ്പിൽ പങ്കെടുത്ത് അതിൻ്റെ തീവ്രത മനസ്സിലാക്കി വയ്ക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസ് പിടിയിൽ. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത് കണ്ണൂരിൽ നിന്ന്. ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചരിത്രത്തിൽ ആദ്യമായി സിയാലിന്റെ ലാഭം 500 കോടി കടന്നു. ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചിരുന്നത് നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നിലപാടിനെതിരെ CPIM. അഞ്ചപ്പാലത്ത് CPIM പ്രതിഷേധ സമരം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.